പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗീയ പിതാവിന്റെ സ്നേഹത്തിൽ ഒന്നുചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം. ഇന്നു നമ്മുടെ ധ്യാന വിഷയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 33-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളിച്ചെയ്ത വചനമാണ്. ഫലങ്ങൾ കൊണ്ടാണ് വൃക്ഷം അറിയപ്പെടുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ വചനം പറയുന്നതിനു പിന്നിലെ സന്ദർഭം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കർത്താവായ യേശുക്രിസ്തു ഒരു ഭൂതബാധിതനെ സൗഖ്യമാക്കുകയുണ്ടായി. അത് കണ്ട പരീശന്മാർക്ക് യേശുവിനെ എങ്ങനെയെങ്കിലും തകർക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിരുന്നത് സത്യമല്ല, മറിച്ച് യേശുവിന്റെ ജനപ്രീതി കെടുത്തുക എന്നതായിരുന്നു. അങ്ങനെ അവർ ഒരു ഭയങ്കരമായ ആരോപണം ഉന്നയിച്ചു. ഇവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഭൂതങ്ങളുടെ നായകനായ ബയൽസെബൂബിന്റെ ശക്തിയിലാണെന്ന്. അതായത്, നന്മയെ അവർ തിന്മയുടെ ഉറവിടത്തിൽ നിന്ന് വന്നതായി ചിത്രീകരിച്ചു. അപ്പോഴാണു കർത്താവ് ഈ വചനം അരുളിച്ചെയ്യുന്നത്: ഒരു വൃക്ഷം നല്ലതോ ചീത്തയോ എന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ അതിന്റെ ഫലങ്ങൾ നോക്കിയാൽ മതി. ആരോപണങ്ങൾക്കും വാക്കുകൾക്കും അപ്പുറം യഥാർത്ഥ തെളിവ് ഫലങ്ങൾ തന്നെയാണ്. എന്താണ് ഈ ഫലം എന്ന് നമ്മൾ ചിന്തിക്കുക. വിശുദ്ധ ഗലാത്യർക്കുള്ള ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 22-ഉം 23-ഉം വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത് കേൾക്കുക. ആത്മാവിന്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നിവയാകുന്നു. ഇവയാണ് യഥാർത്ഥ ഫലങ്ങൾ. ഇവ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കാണുന്നുവെങ്കിൽ ആ മനുഷ്യൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന നല്ല ഒരു വൃക്ഷമാണ്. എന്നാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദേഷ്യം, കലഹം, അസൂയ, പക, വ്യഭിചാരം, മോഷണം, അഹങ്കാരം എന്നിവയാണ് കാണുന്നതെങ്കിൽ അവനെ ഒരു ചീത്ത വൃക്ഷമായി തന്നെ കണക്കാക്കേണ്ടതാണ്. വിശുദ്ധ യാക്കോബ് ശ്ലീഹ തന്റെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ നമ്മോട് പറയുന്നു: വിശ്വാസം ക്രിയകൾ കൂടാതെ മരിച്ചതാണ്. എന്തെല്ലാം മധുരമായ വാക്കുകൾ പറഞ്ഞാലും, എന്തെല്ലാം ഉയർന്ന ദർശനങ്ങൾ ഉണ്ടായാലും അവ പ്രവൃത്തികളായി ഫലിക്കുന്നില്ലെങ്കിൽ ആ വിശ്വാസത്തിനു ജീവനില്ല. നമ്മൾ എത്ര തവണ പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ഉപവസിക്കുന്നു എന്നൊക്കെ. എന്നാൽ ഈ വിശ്വാസം എൻ്റെ അയൽക്കാരനോടുള്ള സ്നേഹത്തിലേക്ക് വിരിയുന്നുണ്ടോ? എൻ്റെ പ്രാർത്ഥന എന്നെ ക്ഷമയുള്ളവനാക്കുന്നുണ്ടോ? എൻ്റെ ഉപവാസം എന്നെ ദയുള്ളവനാക്കുന്നുണ്ടോ? അതാണ് യഥാർത്ഥ ഫലം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തന്റെ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 18-ാം വാക്യത്തിൽ നമുക്ക് വ്യക്തമായ ഒരു കൽപ്പന തരുന്നു: മക്കളെ, നാം വാക്കിലും നാവിലും മാത്രം സ്നേഹിക്കാതെ പ്രവൃത്തിയിലും സത്യത്തിലും സ്നേഹിക്കണം. എത്ര ലളിതമായും എന്നാൽ എത്ര ആഴമായുമുള്ള വചനമാണിത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. എന്നാൽ ആ സ്നേഹം യഥാർത്ഥമാണോ എന്ന് തെളിയിക്കേണ്ടത് ഫലങ്ങളിലൂടെയാണ്. വിശക്കുന്നവനു ഭക്ഷണം കൊടുക്കുക, ദാഹിക്കുന്നവനു വെള്ളം നൽകുക, നഗ്നനെ വസ്ത്രം ധരിപ്പിക്കുക, രോഗിയെ സന്ദർശിക്കുക, തടവിലുള്ളവനെ കാണുക. ഇവയാണ് സ്നേഹത്തിന്റെ യഥാർത്ഥ ഫലങ്ങൾ. പറച്ചിൽ മാത്രമുള്ള സ്നേഹം ഫലമില്ലാത്ത ഒരു വൃക്ഷത്തെ പോലെയാണ്. കാണാൻ കൊള്ളാം, പക്ഷെ യാതൊരു പ്രയോജനവുമില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ ഈ സത്യം ആവർത്തിക്കുന്നുണ്ട്: മുള്ളിൽ നിന്ന് മുന്തിരിപ്പഴമോ കാട്ടുമുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ? ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഒരു മനുഷ്യന്റെ ഉള്ളിലെ വിത്ത്, അവന്റെ ചിന്തകൾ, അവന്റെ ആഗ്രഹങ്ങൾ, അവന്റെ വിശ്വാസം, അതാണ് വൃക്ഷം. പിന്നീട് അത് ഫലങ്ങളിലൂടെ പുറത്തു വരുന്നു. അതുകൊണ്ട് നമ്മൾ പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ ഒരു പൊരുത്തക്കേടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലെ വൃക്ഷത്തിനു തന്നെ എന്തോ കുഴപ്പമുണ്ട്. അത് മാറ്റണമെങ്കിൽ വേരിനെ തന്നെ ശുദ്ധീകരിക്കണം. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്കു എഴുതിയ ലേഖനത്തിൽ 7-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ പറയുന്നു: എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരത്തോട് ചേർക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിനു ഫലം കായ്ക്കേണ്ടതിന്. ഇവിടെ പൗലോസ് ശ്ലീഹ ഒരു വലിയ സത്യം പറയുന്നു: നാം ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നത് തന്നെ നല്ല ഫലങ്ങൾ ഉണ്ടാകാനാണ്. ഒരു മുന്തിരിവള്ളി കൊമ്പ് വള്ളിയോട് ചേർന്നില്ലെങ്കിൽ അതിന് ഫലമുണ്ടാകുമോ? അതുപോലെ നാം പ്രാർത്ഥനയിലും വചനത്തിലും കൂദാശകളിലും ക്രിസ്തുവിനോട് ചേർന്നിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് നല്ല ഫലങ്ങൾ ഉണ്ടാകുകയുള്ളൂ. ഇനി ഈ വചനത്തെക്കുറിച്ച് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാർ എന്തു പഠിപ്പിച്ചിട്ടുണ്ടെന്ന് നോക്കാം.
ഈജിപ്തിലെ വിശുദ്ധ അന്തോണിയോസ് പിതാവ്, സന്യാസ ജീവിതത്തിന്റെ പിതാവ്, ഒരിക്കൽ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒരു മരത്തിന്റെ ജീവൻ അതിന്റെ വേരിലാണ്, എന്നാൽ അതിന്റെ മഹത്വം അതിന്റെ ഫലങ്ങളിലാണ്. അതുപോലെ ഒരു ക്രിസ്ത്യാനിയുടെ ജീവൻ അവന്റെ വിശ്വാസത്തിലാണ്, എന്നാൽ അവന്റെ തിരിച്ചറിയൽ അവന്റെ സൽപ്രവൃത്തികളിലാണ്. മറ്റുള്ളവർ നിങ്ങളുടെ പ്രാർത്ഥന കാണുന്നില്ല, നിങ്ങളുടെ ഉപവാസം കാണുന്നില്ല, എന്നാൽ അവർ നിങ്ങളുടെ ക്ഷമയും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ദയയും കാണുന്നു. ആ ഫലങ്ങൾ കൊണ്ട് അവർ ദൈവത്തെ തിരിച്ചറിയുന്നു. ഈ പിതൃവചനത്തിന്റെ പ്രായോഗികമായ അർത്ഥം ഇതാണ്: നമ്മൾ വീട്ടിൽ വച്ചോ പള്ളിയിൽ വച്ചോ എത്ര ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നു എന്നതു പലപ്പോഴും മറ്റുള്ളവർ അറിയുന്നില്ല. എന്നാൽ ട്രാഫിക്കിൽ ആരെങ്കിലും നമ്മെ മറികടക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ, നമ്മുടെ ജോലിസ്ഥലത്ത് അന്യായം സംഭവിക്കുമ്പോൾ, അവിടെയാണ് നമ്മുടെ ഫലങ്ങൾ പുറത്തു വരുന്നത്. നമ്മൾ ക്ഷമയോടെ പ്രതികരിക്കുന്നുണ്ടോ അതോ കോപത്തോടെ? നമ്മൾ സ്നേഹത്തോടെ പ്രതികരിക്കുന്നുണ്ടോ അതോ വിദ്വേഷത്തോടെ? അവിടെയാണ് നമ്മൾ ഏതുതരം വൃക്ഷമെന്ന് ലോകം കാണുന്നത്. സുവർണ നാവുകാരൻ മോർ ഇവാനിയോസ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, നിങ്ങൾ നല്ല വൃക്ഷമാണെങ്കിൽ നിങ്ങളുടെ ശത്രുക്കൾ പോലും നിങ്ങളുടെ ഫലങ്ങൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. നിങ്ങൾ ചീത്ത വൃക്ഷമാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം കുടുംബം പോലും നിങ്ങളിൽ നിന്ന് അകന്നു പോകും. അതുകൊണ്ട് നിങ്ങൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കു തന്നെ അറിയണമെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലങ്ങൾ നോക്കുക. നിങ്ങളുടെ ഭാര്യയുടെ കണ്ണുനീർ നോക്കുക, നിങ്ങളുടെ മക്കളുടെ മുഖഭാവം നോക്കുക, നിങ്ങളുടെ സഹപ്രവർത്തകരുടെ മനോഭാവം നോക്കുക. അവരിലൂടെ നിങ്ങളുടെ ഫലങ്ങൾ നിങ്ങൾ കാണും. ഈ പിതൃവചനം എത്ര നേരും ആഴവുമുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ ഞാൻ ഒരു നല്ല ക്രിസ്ത്യാനിയാണ് എന്നു കരുതുന്നു. എങ്കിൽ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ നമ്മിൽ നിന്നു സന്തുഷ്ടരാണോ എന്ന് ചോദിക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ, നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ വീട്ടിൽ സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നുണ്ടോ? അവർ നമ്മുടെ ഫലങ്ങളുടെ ആദ്യ സാക്ഷികളാണ്. അവർ നമ്മിൽ നിന്നു ദേഷ്യവും പരിഭവവും മാത്രം കാണുന്നുവെങ്കിൽ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും നമ്മൾ വൃക്ഷം നന്നായിട്ടില്ല. കായ്ക്കാത്ത വൃക്ഷം വെട്ടിമാറ്റപ്പെടും എന്ന് യേശു പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഫലങ്ങളുണ്ടോ എന്ന് സൂക്ഷിക്കുക. ഒരു ഫലവുമില്ലാത്ത ജീവിതം ഒരു കൊടുങ്കാറ്റിൽ വീഴാൻ മാത്രമേ കഴിയൂ. ചെറിയ ഫലങ്ങളെ നിസ്സാരമാക്കരുത്. ഒരു ചെറിയ അത്തിപ്പഴം പോലും വൃക്ഷത്തിന്റെ ജീവനെ തെളിയിക്കുന്നു. ഒരു ചെറിയ സഹായം, ഒരു ചെറിയ ക്ഷമ, ഒരു ചെറിയ പ്രോത്സാഹനം, ഇവയെല്ലാം ഫലങ്ങളാണ്. ഈ വചനം നമ്മെ ആശ്വസിപ്പിക്കുന്നു. കാരണം നമ്മൾ പലപ്പോഴും ഞാൻ വലിയ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നിരുത്സാഹപ്പെടാറുണ്ട്. എന്നാൽ വിശുദ്ധ പിതാവ് പറയുന്നു, ചെറിയ ഫലങ്ങൾ പോലും വൃക്ഷത്തിന്റെ ജീവനെ തെളിയിക്കും. നിങ്ങൾ ഇന്ന് ആരെയെങ്കിലും ഒന്ന് പുഞ്ചിരിപ്പിച്ചോ? ആരെയെങ്കിലും ഒന്ന് കെട്ടിപ്പിടിച്ചോ? ആർക്കെങ്കിലും വേണ്ടി ഒരു നല്ല വാക്കു പറഞ്ഞോ? ആരെയെങ്കിലും ശരിക്കും കേട്ടോ? ഇവയെല്ലാം ഫലങ്ങളാണ്. ഇവ നിസ്സാരമല്ല. ഇവയിലൂടെയാണ് ലോകത്തിനു ദൈവത്തെ അറിയാൻ കഴിയുന്നത്. കപ്പഡോഷ്യയിലെ വിശുദ്ധ ബസേലിയോസ് പിതാവ് പറഞ്ഞു, പറക്കുന്ന പക്ഷികളെപ്പോലെ ഫലങ്ങൾ വൃക്ഷത്തിന്റെ സാന്നിധ്യം അകലെയുള്ളവർക്ക് പോലും അറിയിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ ഫലങ്ങൾ നിങ്ങൾ എവിടെയില്ലാത്തിടത്തും നിങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ മറക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ പ്രവൃത്തികളുടെ സുഗന്ധം എല്ലായിടത്തും വ്യാപിക്കുമെന്ന് ഓർമ്മിക്കുക. ഇത് നമുക്ക് ഒരു ഗൗരവമേറിയ ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ ഒരു ചെറിയ ഗ്രാമത്തിലോ ഒരു ചെറിയ ഓഫീസിലോ ഒരു ചെറിയ കുടുംബത്തിലോ ആണ് ജീവിക്കുന്നതെങ്കിലും നമ്മുടെ ഫലങ്ങളുടെ സുഗന്ധം ദൂരെ എത്തും. നമ്മുടെ നന്മ മറ്റുള്ളവർക്ക് അറിയാതെ പോവില്ല. അതുപോലെ നമ്മുടെ തിന്മയും മറഞ്ഞിരിക്കില്ല. കാരണം ഒരു വൃക്ഷം എന്തുതരം വൃക്ഷമാണെന്നു അതിന്റെ ഫലങ്ങൾ പറഞ്ഞു കൊടുക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നമ്മുടെ ജീവിതത്തിൽ ഈ വചനം എങ്ങനെ പ്രായോഗികമാക്കാമെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. ഒരു നിശബ്ദമായ ദിവസം ഏകാന്തതയിൽ നമ്മുടെ ജീവിതത്തിലെ ഫലങ്ങളെ ഒന്ന് കണക്കെടുക്കാം. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ എത്ര തവണ ക്ഷമിച്ചു? ഞാൻ എത്ര തവണ മറ്റുള്ളവർക്കു വേണ്ടി പ്രാർത്ഥിച്ചു? ഞാൻ എത്ര തവണ എൻ്റെ സമയവും പണവും മറ്റുള്ളവർക്കു വേണ്ടി നൽകി? ഞാൻ എത്ര തവണ ആരോടെങ്കിലും ദേഷ്യപ്പെട്ടു? ഞാൻ എത്ര തവണ ആരെയെങ്കിലും വേദനിപ്പിച്ചു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മൾ ഏതുതരം വൃക്ഷമാണെന്ന് നമ്മെ കാണിച്ചു തരും. ഇതിൽ നിരുത്സാഹപ്പെടേണ്ടതില്ല, കാരണം നമുക്ക് മാറ്റം വരുത്താം. രണ്ടാമതായി, നമ്മുടെ വേരുകളെ ശുദ്ധീകരിക്കാം. ഫലങ്ങൾ മാറ്റണമെങ്കിൽ വേരുകളെ ശുദ്ധീകരിക്കണം.
ഏതൊക്കെയാണ് നമ്മുടെ ചീത്ത ഫലങ്ങൾക്കു കാരണമായ ചിന്തകളും ശീലങ്ങളും? ദേഷ്യത്തിന്റെ വേര് മുറിക്കണമെങ്കിൽ ക്ഷമിക്കാൻ പഠിക്കണം. അസൂയയുടെ വേര് മുറിക്കണമെങ്കിൽ നന്ദിയുള്ളവരായിരിക്കണം. അഹങ്കാരത്തിന്റെ വേര് മുറിക്കണമെങ്കിൽ വിനയം പഠിക്കണം. ഈ വേരുകളെ മാറ്റാൻ നമുക്ക് മറ്റൊരു വഴിയില്ല, പശ്ചാത്താപവും കുമ്പസാരവും പരിശുദ്ധ കുർബാനയും. അവ നമ്മുടെ ആത്മാവിനെ പുതുക്കുന്ന ആയുധങ്ങളാണ്. മൂന്നാമതായി, നമുക്ക് നമ്മെ തന്നെ ക്രിസ്തുവിനോട് ചേർത്ത് നിർത്താം. ഒരു മുന്തിരിക്കൊമ്പ് വള്ളിയോട് ചേർന്നില്ലെങ്കിൽ ഫലം കായ്ക്കില്ല. നാം ദിവസേനയുള്ള പ്രാർത്ഥനയിലൂടെയും വിശുദ്ധ വചനത്തിന്റെ ധ്യാനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ക്രിസ്തുവിനോട് ചേർന്നിരിക്കണം. അതാണ് നമ്മുടെ ആത്മീയ പോഷണം. വിശുദ്ധ കുർബാനയിൽ ക്രിസ്തുവിന്റെ ശരീരവും രക്തവും സ്വീകരിക്കുമ്പോൾ നാം ക്രിസ്തുവിനോട് ചേരുന്നു. അപ്പോൾ ക്രിസ്തുവിന്റെ ജീവൻ നമ്മിലൂടെ ഫലങ്ങളായി പുറത്തുവരും. നാലാമതായി, നമ്മുടെ ഫലങ്ങൾ മറ്റുള്ളവർക്കു വേണ്ടിയാണെന്ന് ഓർക്കാം. ഒരു വൃക്ഷം പറക്കുന്ന പക്ഷികൾക്കും തണൽ തേടി വരുന്ന യാത്രക്കാർക്കും വിശന്നു വരുന്ന ജീവജാലങ്ങൾക്കും വേണ്ടിയാണ് ഫലം തരുന്നത്. അതുപോലെ നമ്മുടെ സൽപ്രവൃത്തികൾ മറ്റുള്ളവർക്കു വേണ്ടി ആയിരിക്കണം. നമ്മുടെ നന്മ നമ്മെ അഹങ്കരിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് മറ്റുള്ളവരെ ഉയർത്താൻ വേണ്ടിയാണ്. നമുക്ക് നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ട് സ്നേഹത്തിന്റെ ഫലങ്ങൾ വിതറാം. ഉപസംഹാരമായി നമുക്ക് ഒരു തീരുമാനമെടുക്കാം. ഇന്നു മുതൽ ഞാൻ എൻ്റെ ഫലങ്ങളെക്കുറിച്ച് ബോധവാനായിരിക്കും. എൻ്റെ വാക്കുകൾ ഫലങ്ങളാണ്, അവ ആശ്വാസമോ വേദനയോ ആകട്ടെ. എൻ്റെ പ്രവൃത്തികൾ ഫലങ്ങളാണ്, അവ സ്നേഹമോ തണുപ്പോ ആകട്ടെ. എൻ്റെ മൗനം പോലും ഒരു ഫലമാണ്, അത് സമാധാനമോ നിന്ദയോ ആകട്ടെ. ഞാൻ ഒരു നല്ല വൃക്ഷമാകാൻ ആഗ്രഹിക്കുന്നു, സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ നമുക്ക് മാതൃക. അവിടുത്തെ ഫലങ്ങൾ എന്തായിരുന്നു? അന്ധർക്കു കാഴ്ച, മുടന്തർക്കു നടത്തം, ദരിദ്രർക്കു സുവിശേഷം, പാപികൾക്കു മാപ്പ്, ശത്രുക്കൾക്കു പോലും സ്നേഹം. അവിടുന്നാണ് നല്ല വൃക്ഷം. അവിടുത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഫലങ്ങളും അവിടുത്തെ ഫലങ്ങളെപ്പോലെ ആകും. പിതാവായ ദൈവം, സകല സൃഷ്ടിയുടെയും തോട്ടക്കാരൻ, നമ്മിൽ ഓരോരുത്തരിലും നന്മയുടെ വിത്തുകൾ പാകട്ടെ. അവിടുന്ന് നമ്മിൽ നട്ടുപിടിപ്പിക്കുന്ന വിശ്വാസത്തിന്റെ വൃക്ഷത്തിനു വെള്ളവും വെയിലും നൽകട്ടെ. പുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നല്ല വൃക്ഷമായി നമ്മെ നല്ല ഫലങ്ങൾ ഉണ്ടാക്കാൻ പ്രാപ്തരാക്കട്ടെ. തന്റെ ശരീരവും രക്തവും നമുക്ക് തന്ന് അവിടുന്ന് നമ്മെ തന്നോട് ചേർത്ത് നിർത്തട്ടെ. പരിശുദ്ധാത്മാവ്, ജീവന്റെ ദാതാവായ ആത്മാവ്, നമ്മുടെ ഹൃദയങ്ങളിൽ വസിച്ചുകൊണ്ട് നമ്മിൽ നിന്നും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഫലങ്ങൾ വിളയിക്കട്ടെ. വിശുദ്ധ കന്യകാമറിയത്തിന്റെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമീൻ. ജയ് ക്രൈസ്റ്റ്.